ഇന്ന് പപ്പ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകാൻ പോവാണ്. പുതിയ സ്കൂളാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. പപ്പ പറയൂ, എങ്ങോട്ടാ പോകുന്നേ? ഏത് സ്കൂളാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഏത് സ്കൂളിലാ? ഗോകുലം സ്കൂളിലാണ് പോകുന്നത് പപ്പ. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഗായ്സ്, സ്കൂൾ തുറക്കുന്ന കാരണം രാവിലെ 5:45 പപ്പ എഴുന്നേക്കുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സ്കൂളിലെത്തി. ഞങ്ങൾ 2 വീലർമേലാണ് പോയത്. കാരണം ന്യൂ അഡ്മിഷൻ കുട്ടികളെയൊക്കെ കൊണ്ടുവിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഇതാ കണ്ടില്ല, അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കുട്ടികളെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പപ്പനെ റിസീവ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് പപ്പയുടെ ഒപ്പമുള്ള ഫോട്ടോസും റീൽസും ഒന്നും അവിടെ വെച്ചിട്ട് അധികം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇതാ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പപ്പയുടെ ഫസ്റ്റ് സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ലവിത്രയുടെയും അർജിതയുടെയും പാരൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ലവിത്രയുടെ അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നു. അർജിതയുടെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ ഇതാ നനഞ്ഞു കുളിച്ചിട്ടാണ് നിന്നിരുന്നത്. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് സെറ്റായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാനായി. കുട്ടികളൊക്കെ കൊണ്ട് അസംബ്ലിക്ക് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പപ്പയും ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല. അവർ ന്യൂ അഡ്മിഷൻ ആണല്ലോ, ലാസ്റ്റാണ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അവർക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ സ്കൂൾ കാലഘട്ടത്തിലോട്ട് പോയി പോകും അല്ലേ. അങ്ങനെ അതാ വെൽക്കം ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫുൾ വീഡിയോ ആയതുകൊണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പപ്പയും ഫ്രണ്ട്സൊക്കെ വന്നു. അപ്പോൾ പപ്പ നിൽക്കുന്നത് ലവിത്രയുടെയും അർജിതയുടെയും കൂടെയാണ് കേട്ടോ. ആൾക്കാകനെ പരിചയമുള്ള മുഖങ്ങൾ അതന്നെ ആണല്ലോ. അപ്പോൾ എന്തായാലും എനിക്കും സന്തോഷമായി അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം തന്നെ പപ്പനെ കണ്ടപ്പോൾ കേട്ടോ. ഇനി പതിയെ പതിയെ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. എങ്കിലും ഫസ്റ്റ് ഡേ ഒക്കെ ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ ഉണ്ടാവണം എന്നായിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൾ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ നോക്കി, പക്ഷെ ഓടി വന്നൊന്നുമില്ല കേട്ടോ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇങ്ങോട്ട് ഓടി വരുമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ ചടങ്ങുകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് സെറിമണിയാണ്. ആദ്യം സ്കൂൾ പ്രിൻസിപ്പൽ ലത മാം, തുടർന്ന് പ്രൈമറി HM ശരണ്യ മാം, മറ്റു സ്റ്റാഫ് അംഗങ്ങളും ഭദ്രദീപം കൊളുത്തിയതോടെ ആ ചടങ്ങ് അവസാനിച്ചു. ഓരോ ചടങ്ങുകളും കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ സ്കൂൾ കാലഘട്ടത്തിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പപ്പനെ സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പ്ലാനാണ് കേട്ടോ. എന്തായാലും കുറച്ചു നേരം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോവാണെന്ന് പപ്പനോട് ആക്ഷൻ കാട്ടി പറഞ്ഞപ്പോൾ ആള് പോകാനുള്ള വഴിയും കാണിച്ചെന്നു. ആൾക്കൊരു പ്രോബ്ലം ഇല്ല. പപ്പനെയും ഈ വർഷം ന്യൂ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളെയും സ്റ്റേജിലോട്ട് വിളിച്ച് വെൽക്കം ചെയ്യുന്ന ഒരു സെറിമണി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവർക്കും ഫ്ലവറും അതുപോലെ തന്നെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. പെട്ടെന്നായിരുന്നു പപ്പനെ വിളിച്ചത്. ഫസ്റ്റ് തന്നെ പപ്പയുടെ നെയിം വിളിച്ചതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഫ്ലവർ കൊടുക്കുന്ന ആ ഒരു രംഗം എനിക്ക് ഷോർട്സിലും വീഡിയോയിലും എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ നിൽക്കുന്നതാണ് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. എന്തായാലും പപ്പ ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. പുതിയ സ്കൂളാണെങ്കിലും അവർക്ക് അത്ര ഒരു ടെൻഷൻ ഇല്ലാതെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം. സ്കൂള് തുറന്നതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും വൈകിപ്പോയത് കേട്ടോ. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഞാനും അർജിതയുടെ അമ്മയും കൂടിയിട്ട് ഇങ്ങോട്ട് പോരാണ്. അപ്പോൾ പപ്പ സ്കൂൾ ബസ്സിലാണ് വന്നത്. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. മൊത്തം ഹറിബറി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.